I'm at a place where I can talk about it. തിരിച്ചു പറയുമ്പോൾ ഞാൻ പിന്നെ തിരിച്ചു പറയും, ഞാൻ സമാധാനത്തിന്റെ പാതയിലാണ്. ഈ ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നത് blew my mind. I had the best time of my life. അരമണിക്കൂർ കഴിയുമ്പോൾ I can hear ആൾക്കാർ. ഇവിടെ ഇവരെയൊക്കെ മീറ്റ് ചെയ്തത് ഇവരുടെ മറ്റൊരു മുഖത്തിലാണ്. ഈഷ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വരും എന്ന് മാധവി പറഞ്ഞു. മിണ്ടാതെ എല്ലാവരും വാട്ടർമെലൻ തരും. ഇൻഹേലിംഗ് എക്സ്ഹേലിംഗ് 1.5 മണിക്കൂർ. Hey everyone, welcome back to my channel. ഈ ചാനലിന്റെ പേര് RH ഫാക്ടർ. ഇവിടെ കൂടുതലും ഞാനിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇടയ്ക്ക് എൻ്റെ അമ്മ വരും, ഇടയ്ക്ക് ഫ്രണ്ട്സ് വരും, ഞങ്ങൾ കമൻസ് ഡിസ്കസ് ചെയ്യും, എനിക്ക് ജീവിതത്തെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അങ്ങനെ കുറേ സംഭവങ്ങളാണ് പൊതുവെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ന്യൂ സീരീസ് കോൾഡ് മൈ ടേക്ക്, വെർ ഐ ഡു വോണ്ട് ടു സംടൈംസ് കം ആൻഡ് ടോക്ക് അബൌട്ട് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. നമുക്ക് എല്ലാവർക്കും ഒപ്പീനിയൻസും അഭിപ്രായമൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ട് വാട്ട് ഐ യൂസ് ടു ഡു വാസ്, ചെറുപ്പത്തിൽ ഇങ്ങനെ വളർന്നു വന്ന സമയത്ത് when I got a lot of media attention, ആരെന്നെ വിളിച്ച് എന്തിൻ്റെ അഭിപ്രായം ചോദിച്ചാലും ഞാൻ വളരെ മൂഫട്ടായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഇസ്, വെദർ ഇറ്റ് ബി അബൌട്ട് ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ, ദിസ് പ്രശ്നം ദാറ്റ് പ്രശ്നം, എല്ലാത്തിനെ കുറിച്ചും എനിക്ക് അഭിപ്രായമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷെ അന്ന് ഐ വാസ് ജസ്റ്റ് blatantly talking about it, and അത് കാരണം എനിക്ക് കുറേ അറ്റൻഷൻ കിട്ടി, കോൺട്രവേഴ്സി ക്വീനായി മാറി. ബിക്കോസ് എൻ്റെ ഒപ്പീനിയൻസ് സാധാരണ ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആയിരുന്നില്ല, which is why I drew a lot of flack, I think, but I was totally comfortable with that. I enjoyed that phase. And ഞാൻ കുറച്ചൊരു വഴക്കാളിയും കൂടെ ആണല്ലോ, സോ എനി ടൈം എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ തിരിച്ചു പറയുമ്പോൾ ഞാൻ പിന്നെ തിരിച്ചു പറയും. ആ ഒരു സെറ്റപ്പ് ആയിരുന്നു if it came face to face. അല്ലാതെ സോഷ്യൽ മീഡിയ അന്നില്ലായിരുന്നു, സോ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ഒന്നും അത്രയധികം ഉണ്ടായിരുന്നില്ല. ബട്ട് ആസ് ടൈം മൂവ്ഡ് ഓൺ, ഞാൻ കുറച്ച് മനുഷ്യർ ഒരു മെച്ചോർ ആവുമ്പം നമുക്ക് ഈ അടി ഉണ്ടാക്കാനൊന്നും സമയമില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് സച്ച് എ ബിഗ് ഡ്രെയിനിങ് ഓഫ് യുവർ എനർജി, റൈറ്റ്? നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയും. സോ ഐ എം ലൈക്ക്, ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഓൺ ഓൾ ഓഫ് ദിസ് റബിഷ് ദാറ്റ്സ് ഹാപ്പനിങ്, ആൻഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഫോക്കസ് ഓൺ മൈ സെൽഫ്. സോ കഴിഞ്ഞൊരു 5-10 years ആയിട്ട് ഐ ഫീൽ ലൈക്ക് ഞാൻ സമാധാനത്തിൻ്റെ പാതയിലാണ്. ഇറ്റ് കംസ് വിത്ത് ഏജ്, you guys, it comes with maturity, and it's so much easier. ഇപ്പോഴും ഞാൻ പ്രതികരിക്കും, പക്ഷേ നേർക്ക് നേർ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം ഉത്തരം തരും. അല്ലാതെ പബ്ലിക് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിന് ഞാൻ അങ്ങോട്ട് പോയി ഒന്നും ഉത്തരം പറയാറില്ല. ബട്ട് അപ്പോഴാണ് രഞ്ജനി ഈ 2ാമത്തെ ചാനൽ തുടങ്ങിയത്. ഇതിന് കോണ്ടന്റ് വേണമല്ലോ, വി നീഡ് സം സ്റ്റഫ് ടു പുട്ട് ഔട്ട് ദെയർ, വിച്ച് ഇസ് വൈ ഐ തോട്ട് വാട്ട്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് പറഞ്ഞു അങ്ങ് സമാധാനിക്കും, സന്തോഷിക്കും. ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് മേക്സ് സെൻസ് as well, to put your take out there, especially because medias കുറേ വിളിക്കാറുണ്ട്, പിന്നെ I just stopped talking to them, but I thought my opinion needs to be out there. And ഇനി ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ആക്ച്വലി എൻകറേജ്മെൻറ്റ് തന്നത് നിങ്ങളാണ്. ചെറിയൊരു ചാനലാണ് RH ഫാക്ടർ, ഒരു സബ്ബായിട്ട് തുടങ്ങിയ ചാനലാണ്. ഹാർഡ്ലി ഒരു I think 2K സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയി. 2K ആയിന്ന്. സോ ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ഓഫ്. ബട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെരിമെനോപോസിനെ കുറിച്ച് ചെയ്ത വീഡിയോ ആയാലും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ചെയ്ത വീഡിയോ ആയാലും, ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക്, വാവ്, ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും കാണുന്നുണ്ടെന്ന് മാത്രമല്ല, ദേ ആർ ഓൾസോ റെസ്പോണ്ടിങ് ടു ഇറ്റ്, ആൻഡ് ദേ ഫീൽ a part of this journey is very similar to theirs as well. So അങ്ങനെയൊക്കെ കാണുമ്പം I'm kind of like, okay, this is great, I should do more of this. അങ്ങനെ I thought I'll do another one. This reason I'm doing today's energy is I started off talking about energy, right? നമ്മളുടെ വയസ്സ് കൂടുമ്പം, I don't know how it is for you guys, right? I'm going to be 44 very soon. ചിലപ്പോൾ ഈ വീഡിയോ ഔട്ട് ആകുമ്പോൾ I'm already 44. April 23rd എൻ്റെ ബർത്ത്ഡേ. വിഷ് ചെയ്യണമെങ്കിൽ വിഷ് ചെയ്യാം. കുറേ പേര് തെറ്റായിട്ട് എന്നെ April 5 വിഷ് ചെയ്തു. ഇറ്റ് ഇസ് നോട്ട് മൈ ബർത്ത്ഡേ ഓൺ April 5 or April 4. ഓക്കെ, April 4 ഇസ് രഞ്ജിനി ജോസ്, April 5 ഇസ് മൈ ഫ്രണ്ട് രഞ്ജിനി മാറ്റി ഇൻ ദുബായ്. അപ്പോൾ ഞാൻ അവരെ വിഷ് ചെയ്യുമ്പം നിങ്ങൾ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ബട്ട് എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ April 23, 1982 ബോൺ. ഓക്കെ, സോ ഐ ബി 44 this year. So what I'm trying to say is, as your age progresses, okay, there is a certain level of maturity, certain level of calmness, ഒരു level of ഒരു zen, spiritual aspects ഒക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. എല്ലാവരുടെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. I think it's just part of growing up, right? So energy എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. എൻ്റെ ജോലി നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സ്റ്റേജിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംടൈംസ് 1-2 hours വെയിലത്ത് നിന്ന് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇനോഗ്രേഷൻസ് ആണെങ്കിൽ, ഫിലിം അവാർഡ്സ് ആണെങ്കിൽ യു ആർ ഡൂയിങ് 5 to 6 hours of non stop standing and talking. ടെലിവിഷൻ ഷൂട്ട്സ് ആണെങ്കിൽ മോർണിംഗ് ടു നൈറ്റ്
നൈറ്റ് ഷൂട്ട് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ പോഡ്കാസ്റ്റ് ഷൂട്ട്സ് ആണെങ്കിലും ഐ എം ഷൂട്ടിംഗ് ഫ്രം 9 AM to രാത്രി 10 AM. സോ ഓൾ ഓഫ് ദാറ്റ് ഗെറ്റ്സ് റിയലി ഹെക്ടിക്. ആൻഡ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന കുറേ സംസാരിക്കുമല്ലോ. സംസാരം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ആയ ഒരു ഭാഗമാണ്. വിതൗട്ട് സംസാരം ദർ ഇസ് നോ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസിനെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും കേട്ടിട്ട് മനസ്സിലാവുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനർജി പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഐ ഹാവ് ബിൻ ഫോളോവിങ് തിങ്സ് കൈൻഡ് ഓഫ് മെറ്റിക്യുലസ്ലി. അപ്പം ഞാൻ റെഗുലർലി ചെയ്ത ചെറുപ്പത്തിൽ 18 വയസ്സ് തൊട്ട് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ് ജിമ്മിൽ പോവുക എന്ന്. അത് കുറേ കാര്യങ്ങളായി ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും, പിന്നെയും തുടങ്ങും. പക്ഷേ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ഐ ഹവ് ബിൻ സോ റെഗുലർ വിത്ത് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് മൈ ബാക്ക്. 8-10 വർഷമല്ല, മേ ബി സിൻസ് ഐ വാസ് 27, 28, 29. അപ്പോൾ തൊട്ട് ജിം ഹാസ് ബിൻ ജസ്റ്റ് റെഗുലർ. ആൻഡ് ദെൻ സ്ലോലി ഞാൻ മെഡിറ്റേഷനിലേക്ക് വന്നു. എപ്പോഴും ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ലൈഫിൽ വെൻ തിങ്സ് ഗെറ്റ് എ ലിറ്റിൽ ബോറിങ് ആൻഡ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട് ഓർ ലിറ്റിൽ സ്ട്രെസ്ഫുൾ, സഡൻലി ഐ എം ലൈക്ക് ഓക്കെ രഞ്ജിനി ഒരാഴ്ച നമുക്ക് രാവിലെ മെഡിറ്റേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ കുറച്ചുകൂടെ നേരത്തെ എണീക്കും. ആൻഡ് ദെൻ ഐ വിൽ ഡു മൈ മെഡിറ്റേഷൻ. അധികമൊന്നുമില്ല കേട്ടോ, ഐ വിൽ ഡു ലൈക്ക് 5 minutes 10 minutes. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത് കൊണ്ട് ഐ ഡു ഗൈഡഡ് മെഡിറ്റേഷൻ. സോ ഞാൻ ടെലിവിഷനിൽ ഗൈഡഡ് മെഡിറ്റേഷനായ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാൻ അത് ഫോളോ ചെയ്യും. എന്നിട്ട് ഐ വിൽ ജസ്റ്റ് ലിസൺ ടു ഇറ്റ്. ആൻഡ് ദെൻ അത് ചെയ്ത് ഐ സ്റ്റാർട്ടഡ് really liking the process. അത് ആ പ്രോസസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് മാത്രമല്ല, I started going deeper and deeper into it. See, 5 minutes 10 minutes became 20 minutes, 20 minutes became 30 minutes, sometimes 30 minutes became 40 minutes. 1 hour and all I'm still not a big fan of because I don't have that sort of time, but it was very very interesting to me. അത് ചെയ്തപ്പോൾ തൊട്ടാണ് I started feeling more positive about my life, right? ഇത് കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ലൈഫിൽ ഒരു സ്ട്രെസ് വരുമ്പോഴോ ഒരു ഡിഫിക്കൾട്ട് ഫേസ് വരുമ്പോഴോ ഒക്കെയാണ്. എൻ്റെ ലൈഫിലും അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം ഐ ഫീൽ ലൈക്ക് ഐ എം അറ്റ് എ പ്ലേസ് വെർ ഐ കൻ ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ കൻ ടെൽ യു നോ വാട്ട് യു ഗൈസ് ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിപ്പം ചെറുപ്പക്കാരുടെ കാര്യം എനിക്കറിയില്ല, അതിനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല നമ്മൾ ഓൾറെഡി ഫുൾ ഓഫ് എനർജി ആണ്. യു ഓൾറെഡി ഹാവ് നാച്ചുറലി ഗോഡ് ഗിഫ്റ്റഡ് പോസിറ്റിവിറ്റി ആൻഡ് എനർജി, ബട്ട് ഇറ്റ് ഓൺലി ടേക്സ് യു സോ ഫാർ. ആസ് യു സ്റ്റാർട്ട് ഗ്രോയിങ് ഓൾഡർ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡ്രെയിനേജ് ഓഫ് എനർജി. നമ്മുടെ ബോഡി ഓൾഡ് ആവുക എന്ന രീതിയിൽ മാത്രമല്ല, നമ്മുടെ സ്പിരിറ്റ് ഓൾസോ ഗെറ്റ്സ് എ ലിറ്റിൽ ഓൾഡർ, നമ്മുടെ മൈൻഡ് ഓൾസോ ഗെറ്റ്സ് എ ലിറ്റിൽ ഓൾഡർ. സോ വി ഹാവ് ടു കീപ്പ് ഇറ്റ് യങ്. ഈ യങ് യൂത്ത്ഫുൾ ആയിട്ട് വെക്കുന്നതിന് ബോഡിക്ക് നമുക്ക് ഫിസിക്കൽ എക്സസൈസ് ഉണ്ട് അല്ലേ, ബട്ട് വാട്ട് അബൌട്ട് ദ മൈൻഡ്? യു നീഡ് ടു എക്സസൈസ് യുവർ മൈൻഡ് as well. You need to exercise your spirit as well. So അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. So from my side, big thumbs up. A second thing that I have to say that really impressed me is something called breath work. Okay, ഈ breath work എന്ന് പറയുന്നത് blew my mind. ശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ബീയിങ്ങിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. So if you can't do anything, if things get very very difficult, the first thing നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം is stop and breathe. അപ്പോൾ തന്നെ trust me when I say this, it makes a big difference. എന്തൊക്കെ നടക്കുകയാണെങ്കിലും ഒരു deep breath in and a deep exhale out, അത് you repeat it about 4-5 times, immediately things will change because oxygen has immense power. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ശ്വാസം നമ്മൾ എടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മളുടെ ജീവൻ നിലനിൽക്കാനുള്ള നമ്പർ 1 പ്രൈമറി കാര്യം ഇസ് ദ ഫാക്ട് ദാറ്റ് യു ആർ ബ്രീതിങ്, റൈറ്റ്? സോ ഇമാജിൻ യു ബ്രീത് ലോങ്ങർ, യു ബ്രീത് ഡീപ്പർ, യു പോസ് ഹാർഡർ. ട്രസ്റ്റ് മീ, ഇറ്റ് ചേഞ്ചസ് യുവർ ലൈഫ്. ഇത് ഞാൻ എപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെന്നറിയാമോ? ഐ ആക്ച്വലി റിയലൈസ്ഡ് ദിസ് maybe a couple of years ago. ഞാൻ ബ്രെത്ത് വർക്ക് എന്ന് പറഞ്ഞൊരു സെഷന് പോയി. ഓക്കെ, ലൈക്ക് ഐ സെഡ്, ഐ മീൻ ടു എക്സ്പെരിമെൻറ്റിങ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ. സോ ഐ കീപ് ഡൂയിങ് ദാറ്റ്. ഐ ഹാവ് ഫ്രണ്ട്സ് ഇൻ ഫോർട്ട് കൊച്ചിൻ. സോ മൈ ഫ്രണ്ട് ബ്രീ, ഷീ റൺസ് ലവിങ് എർത്ത് കാഫേ. സോ അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനത്തെ കുറേ സെഷൻസ് ഒക്കെ വെക്കും. അങ്ങനെ ഐ സോ പോസ്റ്റർ വിച്ച് സെഡ് ബ്രെത്ത് വർക്ക്. I was like, what is this breath work? എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സെഷൻ. ഞാൻ ഇൻഡിവിജ്വൽ സെഷൻ ഒന്നും പോകുന്ന ആളല്ല. ഇഷ്ടമാണ് if it is exciting and interesting, but this I was a little not sure. So അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ഭൂമി ഈസ് ഡൂയിങ് ദിസ് ബ്രെത്ത് വർക്ക് സെഷൻ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ് മീ സൈൻ അപ്പ്. ഐ സൈൻഡ് അപ്പ് ഫോർ ദിസ്. സോ ബേസിക്കലി ഇവിടെ പോകുമ്പോൾ യു ആർ ബ്രീതിങ് ഒരു 1.5 മണിക്കൂർ നമ്മൾ കിടന്ന് യു ആർ ജസ്റ്റ് ഇൻഹേലിംഗ് എക്സ്ഹേലിംഗ്, ഇൻഹേലിംഗ് എക്സ്ഹേലിംഗ് 1.5 മണിക്കൂർ. ഓക്കെ, ആദ്യത്തെ 10-20 മിനിറ്റ് ഇൻഹേൽ എക്സ്ഹേൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമേറ്റഡ് ആയി തന്നെ പോകും. ആ ഓട്ടോമേറ്റഡ് ആയി തന്നെ പോകുമ്പം ദെൻ things start happening. I don't know what. എല്ലാവരുടെ എക്സ്പീരിയൻസസും വേറെയാണ്. ഞാനൊരു കൺട്രോൾ ഫ്രീക്കാണ്. സോ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വേറെ 10 കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഐ ഡോണ്ട് ലെറ്റ് ഗോ. ദാറ്റ്സ് മൈ പ്രോബ്ലം, റൈറ്റ്? സോ എനിക്ക് ഇവിടെ ഞാൻ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന കൂടെ എനിക്ക് നാട്ടിൽ നടക്കുന്നതൊക്കെ അറിയാം. സോ ചുറ്റും നടക്കുന്ന എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ കുറേ ആൾക്കാർക്ക് അവർ ആ ഒരു ട്രാൻസിലേക്ക് പോകും. ഓക്കെ, ഞാൻ അതിനൊരു 50%
maybe പോയിട്ടുണ്ടാവും, maybe not even 50%. But my experience was so positive. So I'm smiling full time, in, out. അതിനൊരു സ്പീഡ് ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ഏതോ ഒരെണ്ണം ഫാസ്റ്റും ഒരെണ്ണം സ്ലോ ആണ്. ഞാനിങ്ങനെ ചിരിച്ചിട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഒരു ഭയങ്കര ഹൈ. നമ്മൾ ഷോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പം ഒരു ഹൈ, ഒരു എക്സലറേഷൻ ഉണ്ട്, ഒരു അമേസിങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. സോ ആഫ്റ്റർ 1.5 hours I had the best time of my life. I'm like, wow, this is so great. Because I saw the possibility of breathing. I saw the possibility of breath work. പക്ഷെ അതേ സമയത്ത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അരമണിക്കൂർ കഴിയുമ്പോൾ ഐ ക്യാൻ ഹിയർ ആൾക്കാർ കരയുന്നത്, ഐ ക്യാൻ ഹിയർ പീപ്പിൾ സ്ക്രീമിങ് ആൻഡ് ഷൗട്ടിങ്. യുൾ തിങ്ക് ദിസ് ഇസ് എ ജോക്ക്. ഇറ്റ്സ് നോട്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുറേ പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും കുറേ പ്രാർത്ഥനയിൽ ഡീപ്പായിട്ട് ഇരിക്കുമ്പം നമ്മൾ ചില ആൾക്കാർ വേറെ ഭാഷയിൽ സംസാരിക്കും, ചില ആൾക്കാർ തലകറങ്ങി വീഴും, ചില ആൾക്കാർ ഒച്ചയിൽ സംസാരിക്കും. ദിസ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് എനർജി ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ടു ദം ബിക്കോസ് ഓഫ് ദെയർ അവർ ചെയ്യുന്ന കാര്യം. അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം ഇസ് ബ്രെത്ത്. സോ ഇഫ് യു ക്യാൻ മാനേജ് ടു ഡു ദിസ്, then you break through so many barriers. So നമുക്ക് മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇറ്റ്സ് റിയലി ഹാർഡ് ടു ഡു. 1.5 മണിക്കൂർ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് ചാലഞ്ചിങ് ലൈക്ക് ക്രേസി. സോ അഗൈൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ദാറ്റ്സ് സംതിങ് എൽസ് ഐ ഡു. ഞാൻ രാവിലെ എണീറ്റിട്ട് ഐ ഡ്രിങ്ക് സം വാട്ടർ ഇഫ് ഐ ക്യാൻ. ആൻഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ കോൺകോക്ഷൻസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും എടുത്ത് കുടിക്കാൻ പറ്റിയാൽ ഐ ഡ്രിങ്ക് ദാറ്റ്. ചില സമയത്ത് ഞാൻ മറന്നു പോകും. 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയത് ഇപ്പോഴും ഫ്രിഡ്ജിലുണ്ട്. ബട്ട് ടെക്നിക്കലി ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ്. Then I come sit exactly here. Okay, ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ബിക്കോസ് എൻ്റെ ആ ഡോർ ഇപ്പോഴത്തേക്ക് എൻ്റെ ഒരു വിൻഡോ ആണ്. തുറന്നാൽ ഇറ്റ്സ് ജസ്റ്റ് ഏർലി മോർണിംഗ് സൺലൈറ്റ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ ഇവിടെ ഇരുന്ന് ഞാൻ അഗർബത്തിയോ ധൂപ്പോ വല്ലതും light it and then I'll apply some nice smelling creams on myself. 44 വയസ്സാകുമ്പം പ്രാന്തെന്നൊക്കെ നിങ്ങൾ വിളിക്കും, but this is just like my morning routine. Okay, apply some cream on myself and then I start with a breathing exercise. I do it about 10 minutes and I'm a big fan of this app. It's called Breathe with Sandy. ഓക്കെ, അവൻ വെറുതെ ഒരു വീഡിയോയിൽ ഇങ്ങനെ 10 മിനിറ്റ് ശ്വാസം എടുക്കും, 18 മിനിറ്റ് ബ്രീത് ചെയ്യും. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീതിങ് ഉണ്ട്. ബോക്സ് ബ്രീതിങ്, കപാൽഭാതി, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഇറ്റ് ഡസ് ഡിഫറെൻറ്റ് തിങ്സ്. സോ ഐ ഡു ദാറ്റ് സെഷൻ, ദെൻ ഐ ഡു എ മെഡിറ്റേഷൻ സെഷൻ for 10 to 20 minutes and then I'm sitting here and just thinking of what I'm going to do work wise. So my day starts off like this. Now the reason I'm doing this video is കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് a lot of these spirituality related stuff keep coming up, right? So അതിൻ്റെ ഭാഗമായിട്ട് we have been seeing Sadhguru's stuff come up for years, many years. അപ്പോൾ സദ്ഗുരു എന്ന് പറഞ്ഞ ഈ ഒരു മിസ്റ്റിക് ഗുരു പെട്ടെന്ന് came out of nowhere and അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ really intrigued all of us. ബട്ട് എൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇൻട്രീഗും വരുന്നത് ആ മഹാശിവരാത്രിയിൽ അവരുടെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. അതിലൊരു എനർജി ഉണ്ട്. ആ എനർജി റിയലി caught my eye. ഇറ്റ് കൈൻഡ് ഓഫ് ഈ സ്ക്രീനിൽ കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്ക് ഈ സെയിം കാര്യം ഒരേ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. സോ ഐ ഹാവ് ബിൻ വാണ്ടിങ് ടു ഗോ ടു ദിസ് മഹാശിവരാത്രി. ഓക്കെ, പക്ഷേ ഈ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല ബിക്കോസ് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ തലയിൽ ഐ ഹാവ് മാർക്ക്ഡ് എ ഡേറ്റ്. സോ ഐ വാസ് ലൈക്ക് ഐ ഹാവ് ടു ഗോ. സോ കോയിൻസിഡൻ്റ്ലി ഗെസ് വാട്ട് ഹാപ്പൻഡ്, ലൈക്ക് 2 weeks ago എനിക്ക് ഈഷ ഫൗണ്ടേഷൻ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഈഷ ഫൗണ്ടേഷൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞങ്ങളൊരു റിട്രീറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഡൂയിങ് എ 2-day റിട്രീറ്റ്. ഇറ്റ്സ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ ടു ഈഷ. സോ വി വുഡ് ലവ് ഫോർ യു ടു കം ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. വെറുതെ ബാഗും പാക്കി ഞാൻ വണ്ടി എടുത്ത് അവിടെ പോയാൽ മതി, ബാക്കി അവർ നോക്കിക്കോളുന്നു. ഐ വാസ് ലൈക്ക്, നല്ല ഓഫറാണല്ലോ. എന്താ പറയുക, ആശാൻ ഇച്ഛിച്ചതും നടന്നതും ഒക്കെ സെയിം. സോ ഐ വാസ് ലൈക്ക് ബൈ ഗിവ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. പ്ലസ് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതാണല്ലോ. അപ്പം എൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ അവിടെ പോയി മഹാശിവരാത്രിക്ക് പോകാനുള്ള സാധനം സെറ്റപ്പ് ചെയ്യണം എന്നതായിരുന്നു, ടു ബി വെരി ഓണസ്റ്റ്. ബട്ട് നൗ ഐ നോ ഐ കൻ ഡു ദാറ്റ്. സോ ഞാൻ അവർ പറഞ്ഞു കുറച്ചുകൂടെ പോപ്പുലർ ആയ ആൾക്കാർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഐ വാസ് ലൈക്ക് whatever. ദെൻ അവിടെ എത്തിയപ്പം ഐ റിയലൈസ് എനിക്കറിയാവുന്ന നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്. There was a bunch of all of our friends from television and serials and movies and social media. It was a bunch of us, 15-20 of us, and it was nice to see all of them mutter environmentally, without the lights and camera and action and the വളരെ റിയൽ വേൾഡ് ഇസ് വെരി ഡിഫറെൻറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മീറ്റ് ചെയ്യുന്നത് വർക്കിന് വേണ്ടി മാത്രമാണ്. സോ എവറിബഡി ഈസ് ലൈക്ക് ഹായ് ഹൗ ആർ യു, ലവ് യു, ആൻഡ് ദെൻ ദാറ്റ്സ് ഇറ്റ്, യു ലീവ് ഇറ്റ് ദെയർ. ബട്ട് ഇവിടെ ഇവരെയൊക്കെ മീറ്റ് ചെയ്തത് ഇവരുടെ മറ്റൊരു മുഖത്തിലാണ്. അവരുടെ ജീവിതത്തിലെ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ, അതിൽ നിന്നും ഒരു സങ്കടങ്ങളിൽ നിന്നും ഒരു റിലീസ് കിട്ടാനും സന്തോഷങ്ങൾ കുറച്ചുകൂടെ മികവറ്റാക്കാനും വേണ്ടി they're all coming here. So there are so many of them, and it was interesting.
എൻ്റെ കൂടെ മാധവി had come with me as well because ഈഷ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വരും എന്ന് മാധവി പറഞ്ഞു. സോ ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് I took my car and went. മാധവി ബാംഗ്ലൂരിൽ നിന്ന് she came by Vande Bharat. So all of that happened. ഓക്കെ, now ഈഷ ഫൗണ്ടേഷനിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ രണ്ട് അഭിപ്രായമാണ് ഞാൻ കേട്ടത്. ഓക്കെ, ബിക്കോസ് there are Sadhguru fans and then there are people who don't like Sadhguru. Isha fans and people who don't like Isha. So I thought, I didn't really care. My motive was very simple. I wanted to go check out what the scene was and എനിക്ക് മഹാശിവരാത്രിക്ക് പോകണം ഫ്യൂച്ചറിൽ. ഞാൻ അവിടെ എത്തിയപ്പം ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു വാട്ട് മൈ എക്സ്പീരിയൻസ് വാസ് ആൻഡ് why Isha Foundation has reached where it has. അതിനൊരു ക്രക്സ് ഉണ്ടല്ലോ. സോ അതിന് ഡെയിലി ഫോമാറ്റ്സ് ഉണ്ട്. അവർക്ക് രാവിലെ 5:15 they have a ഗുരു പൂജ, അത് കഴിഞ്ഞിട്ട് they have something else, ഒരു ഫോമാറ്റഡ് ആയിട്ടുള്ള ഒരു ഈവനിങ് ഉണ്ട്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 മീൽസേ ഉള്ളൂ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ഒരാൾ, ഐ അണ്ടർസ്റ്റാൻഡ് വൈ ദാറ്റ് ഇസ് ദർ. സോ 9:45 നമ്മളവിടെ എത്തും. ഒരു 10 മണിക്ക് ആദ്യത്തെ മീൽ തുടങ്ങും. പിന്നെ എല്ലാ അരമണിക്കൂറും 3 ടൈം അവർ ഓപ്പൺ ചെയ്യും. പിന്നെ എല്ലാവരും ഒരുമിച്ച് കയറി അവിടെ ഇരിക്കും. ഒരേ സമയത്ത് എല്ലാവർക്കും സെർവ് ചെയ്യും. കറക്റ്റ്ലി ഓൺ ദ ഡോട്ട് 10 മണിക്ക് ഒരു പ്രെയർ വരും. ആരും മിണ്ടില്ല, സൈലൻസിൽ നമ്മൾ കഴിക്കും. ആൻഡ് ഭക്ഷണം ഇസ് ഓ മൈ ഗോഡ് സോ ഗുഡ്, ലൈക്ക് ഹൈ പ്രോട്ടീൻ, ഈക്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്. ലൈക്ക് ആൻഡ് ദിസ് ഇസ് കോൾഡ് ലൈക്ക് എന്താ പറയുക, ഈ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിക്കില്ലേ, ലൈക്ക് അതിനൊരു പേരുണ്ട്, ഐ കാൺട്ട് റിമെമ്പർ ഇറ്റ് റൈറ്റ് നൗ. എല്ലാവർക്കും ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്, ഡൊണേഷനാണ് ഇത് ചെയ്യുന്നത്. ആരാ ഡൊണേറ്റ് ചെയ്തതെന്നൊക്കെ അവർ പറയും. മിണ്ടാതെ ഓക്കെ, എല്ലാവരും ഇരിക്കും. വാട്ടർമെലൻ തരും, വലിയ വാട്ടർമെലൻ, അത് കഴിക്കുക. പിന്നെ പ്രോട്ടീൻ, അത് ഇത് വെജിറ്റേറിയൻ, സാത്വിക്, അത് കഴിക്കുമ്പോഴേക്കും യു ആർ സോ ഫുൾ. ആഫ്റ്റർ ദാറ്റ് ദിൽ ഗിവ് യു പായസം ഓർ വാട്ട് എവർ, ലൈക്ക് ഫുൾ ഓൺ സീൻ. ഓക്കെ, ബട്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ദെൻ യു ഹാവ് അതർ തിങ്സ് ദാറ്റ് യു കൻ ഡു. സോ ഇവിടെ നടക്കുന്ന സംഭവം ഇതാണ്. അവിടെ ഒരു തീർത്ഥക്കുണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ആണ്. ഓക്കെ, യു ഗോ ഇൻ ടു അവിടെ പോയിട്ട് കുളിക്കണം. അവർ തരുന്ന ഗൗൺ ഇടണം, നമ്മുടെ സാധനമൊക്കെ ഊരണം. എന്നിട്ട് ആ ഗൗണിൽ സ്ത്രീകൾ ചന്ദ്രകുണ്ടാന്ന് തോന്നുന്നു ഞങ്ങളുടെ ലേഡീസിന് വേണ്ടിയുള്ള ഒരു ഇതിലേക്ക് പോകും. അവിടെ ശിവലിംഗം, സോ ഇത് ശിവയാണ് അവരുടെ മെയിൻ. അവിടെ ശിവലിംഗമുണ്ട്, അത് വെള്ളത്തിലാണ്. സോ അത് മെർക്യൂറിയിൽ ഉണ്ടാക്കിയതാണോ, മെർക്യൂറി സംതിങ് ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ, ഐ കുഡ് ബി റോങ്. ഓക്കെ, അതിനകത്ത് പോയിട്ട് യു ഇമേഴ്സ് യുവർ സെൽഫ് ആൻഡ് യു ആർ ലിറ്ററലി ഇൻ വാട്ടർ ആൻഡ് യു ആർ പ്രേയിങ് ടു ദ ശിവലിംഗം, റൈറ്റ്? സോ അവിടെ നമ്മൾ ഒബ്വിയസ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സംഭവം. ലൈക്ക് വൗ, ദിസ് ഇസ് സോ കൂൾ. ആൻഡ് എല്ലാവരും ഈ ഓറഞ്ച് ഗൗൺസ് ഒക്കെ ഇടുമ്പോൾ ഒരു കൾട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷെ അത് ഇറ്റ് ആഡ്സ് ടു ദ ഫീലിംഗ്, റൈറ്റ്? ബട്ട് ഞാനിതിൽ ഇറങ്ങി, ഞാനത് സൂപ്പർ ഇമോഷണൽ ആയ ഒരാളാണ്, സൂപ്പർ റിലീജിയസ് ആയ ആളല്ല, സ്പിരിച്വൽ ആണ്. ബട്ട് ഐ എം എ വെരി കൺട്രോൾഡ് സ്പിരിച്വൽ പേഴ്സൺ. ഡൂഡ്, ഞാനതിൽ ഇറങ്ങിയപ്പോൾ ഐ സോ പീപ്പിൾ, ദ വിമൻ, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ റിലീസ് ആവുന്നത് ഞാൻ കണ്ടു. ലൈക്ക് ഹൗ ഡു ഐ സേ ദിസ്, അവർ കരയാണ്. കുറേ പേര് പ്രാർത്ഥിച്ചുകൊണ്ട് ജസ്റ്റ് ക്രൈങ്, ഒച്ചയില്ല, ജസ്റ്റ് ക്രൈങ് ആൻഡ് കണ്ണീർ ഇസ് ലൈക്ക് ഫ്ലോയിങ്. സോ ഐ എം ലൈക്ക്, പ്രാർത്ഥിക്കണോ ഇത് നോക്കണോ, ഐ വാസ്, യു നോ മീ, റൈറ്റ്? ഐ എം ലൈക്ക് ഓ ഗോഡ്. ദെൻ ഐ എം സഡൻലി തിങ്കിങ് വാവ്, അങ്ങനെ കരയാൻ പറ്റുക എന്ന് പറയും. ഞങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ഥലത്ത്, ഒരു സമയത്ത് ഒരു 10, 20, 30 പേരുണ്ടാവും ഇതിനകത്ത്. ഫ്ലോട്ടിംഗ് ക്രൗഡാണ്, 10 മിനിറ്റ് നമ്മൾ അവിടെ നിൽക്കണം. സോ ഈ ഒരു ഫ്ലോട്ടിംഗ് ക്രൗഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. സോ ഇവർക്കൊക്കെ ഒരു പക്ഷേ അവരുടെ സർക്കംസ്റ്റാൻസിൽ മേ ബി ദേ വർ നോട്ട് ഏബിൾ ടു ഗെറ്റ് എ റിലീസ്. ഓക്കെ, ദീസ് ആർ വിമൻ, മെന്നിന് വേറെ സ്ഥലത്തായിരുന്നു. ഇറ്റ് വാസ് റിയലി ഇമോഷണൽ, യു നോ. ആൻഡ് they were all ഭയങ്കര ഡീപ്പായിട്ട് ഇൻ ടു ദാറ്റ് പ്രെയർ. ഈവൻ മീ ഫോർ ദാറ്റ് മാറ്റർ, ഞാൻ അങ്ങനെ ഭയങ്കര പ്രേ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ബട്ട് ഐ വാസ് ഓൾസോ ക്വൈറ്റ് I don't know how to say this. It was interesting. It is the environment that is created also, right? ഇപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വന്നിരുന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നത്? ദർ ഇസ് എ ബ്യൂട്ടി ടു ഇറ്റ്. ഇറ്റ് ഹെൽപ്സ്. സോ അത് ഡെഫിനറ്റ്ലി എയ്ഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ അതിൽ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിക്കുന്നു, ഞാൻ കെട്ടിപ്പിടിച്ചു, തലമുട്ടുന്നു, ഞാനും മുട്ടിക്കുന്നു, ഞാനൊക്കെ ചെയ്തു. അതൊക്കെ ഐ ഡിഡ് ഓൾ ഓഫ് ദാറ്റ്. ബട്ട് ഐ ഫെൽറ്റ് ഐ വാസ് എ ലിറ്റിൽ മോർ പെർഫോമറ്ററി ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. സോ നടുവിടുമ്പോൾ നടുവേ ഓടണം സീനായിരുന്നു ഞാൻ. ബട്ട് ഇൻ മൈ മൈൻഡ് ഐ വാസ് പ്രേയിങ്. ബട്ട് ഐ സോ ദ വേ പീപ്പിൾ വർ ജെന്യുവിൻലി influenced. And that was incredible, right? It really moved me. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയും, ഇനി നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം ചോദിക്കാം, നമുക്ക് ആഗ്രഹമുള്ള എല്ലാം ചോദിക്കാം. അതാണ് ദേവീക്ഷേത്രം. ബിക്കോസ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ നനഞ്ഞ ഉടുപ്പൊക്കെ മാറ്റും കേട്ടോ, എന്നിട്ട് നമ്മളിവിടെ പോകും. ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ധ്യാനലിംഗത്തിലേക്ക് പോവാണ്. ധ്യാന കേന്ദ്രമാണ്, ഇതൊരു ധ്യാന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ വലിയ ഡോമുണ്ട്. ആ ഡോമിൻ്റെ അകത്തേക്ക് പോയിട്ട് നമ്മളിരിക്കും. അവിടെ എത്ര വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ അവിടെ നമ്മളൊന്നും ചോദിക്കണ്ട.
ധ്യാനത്തിലാണ്, മെഡിറ്റേഷനിലാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് സിറ്റ് ദർ ബ്ലാങ്ക് കോൺസെൻട്രേറ്റിംഗ് ഓൺ യുവർ തേർഡ് ഐ, അത്രേ ഉള്ളൂ. ജസ്റ്റ് സിറ്റ് ദർ. അപ്പോൾ ഒരു 100, 200, 300 ആൾക്കാർ, മേ ബി മോർ, മേ ബി ലെസ്, ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബിഗ് ശിവലിംഗം, ബിഗ് വൺ, ഓക്കെ, ബ്യൂട്ടിഫുള്ളി ലിറ്റ്, ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു there's an energy that forms, okay, and that is incredible. ആ എനർജി is very interesting. സോ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലൊരു ഹൈലൈറ്റ് ആയി വന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയിട്ട് വാട്ട് ഹാപ്പൻ വാസ് ഗൗശാലയുണ്ട്, അങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു. നോട്ട് ഇൻട്രസ്റ്റിംഗ്, നോട്ട് എക്സൈറ്റിംഗ്, ഫർഗെറ്റ് ഇറ്റ്. ബട്ട് ആഫ്റ്റർ ഫിനിഷിങ് ഈഷാൻ്റെ 2 ദിവസത്തിന് എക്സ്പീരിയൻസ്, വാട്ട് ഐ സോ വാസ് ദാറ്റ് പിന്നെ അവിടെ സൈലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഇന്നർ എഞ്ചിനീയറിംഗ് കോഴ്സാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കോഴ്സ്. ആ ഇന്നർ എഞ്ചിനീയറിംഗ് 4 ദിവസത്തേക്ക് പോയി അവിടെ ചെയ്യാം. ഐ ഡോണ്ട് നോ ഹൗ എക്സ്പെൻസീവ് ഇറ്റ് ഇസ്. ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. മെഡിറ്റേഷനും അവർ ദേ ടീച്ച് യു ശാംഭവി സംതിങ്. ഞങ്ങളെ ഒരു മുദ്ര ഇതൊക്കെ പഠിപ്പിച്ചു. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയാം, ഇഫ് ഐ റിമെമ്പർ. സോ നൗ എന്താ പറയുക, ഈ ഇന്നർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അതിവിടെയും എല്ലായിടത്തും ക്ലാസ്സസ് ഉണ്ട്. നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഐ തിങ്ക് ദേ ഹാവ് what do you call it, ക്ലാസ്സസ് 7 ദിവസമായിട്ട് ചെയ്യാം ഫോർ ഓഫീസ് പീപ്പിൾ. അവിടെ പോയി ചെയ്യണമെങ്കിൽ 4 ദിവസം. പിന്നെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. ബട്ട് ദ വൺ ഐ വാണ്ടഡ് ടു ഡു വാസ് സൈലൻസ്. സോ ഞാൻ കുറച്ചധികം വർഷമായിട്ട് വിപാസനയ്ക്ക് പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനോട് ശക്തി തരൂ ദൈവമേ, ഈ വിപാസന 9 ദിവസം മിണ്ടാതിരിക്കണം. വെരി ടഫ്. പക്ഷേ ഞാനത് ക്രോസ് ചെയ്ത് വന്നാൽ ഐ ഫീൽ ലൈക്ക് ഐ വിൽ ബി ലൈക്ക് സൂപ്പർ പവർ. 9 days ഓഫ് സൈലൻസ് ഫോർ Ranjini Haridas is like, whoa, I don't know how I'm going to do it, but I want to do it. പക്ഷേ ഇവിടെ പോയപ്പം they have 3 days and all that. So I thought that's nice, right? അത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന്. ഐ എം ക്വൈറ്റ് വെൽ എഞ്ചിനീയർഡ് മൈസെൽഫ് എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിനി ഇന്നർ എഞ്ചിനീയറിംഗിന് 4 ദിവസം പോയിട്ട് പിന്നെ സൈലൻസ് ചെയ്യണം എന്നൊക്കെ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. I don't know about it, right? But anyway, we'll think about that later. But all in all, on the other side, the reason I'm saying this and the reason I'm doing this video is there is a lot of criticism against Sadhguru and Isha Foundation. There are a lot of things. അതിൽ എന്താണ് സത്യം, എന്താണ് സത്യമല്ല എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. I don't know. But what I know is that this is helping people. I don't know how. ട്രോമ ആയിട്ടുള്ളവർ, പെയിൻ ഉള്ളവർ, റിക്ലൂസീവ് ആയിട്ടുള്ള ആൾക്കാർ, സോളിറ്റ്യൂഡിൽ കഴിയുന്ന ആൾക്കാർ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അവർക്കൊക്കെ ഒരു കംഫർട്ട് നൽകുന്നുണ്ട് ഈ സ്ഥലം. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. ദർ ഇസ് നോ ജഡ്ജ്മെൻറ്റ് ദർ. ഒരു ജഡ്ജ്മെൻറ്റ് ഇല്ലാത്തൊരു എൻവയൺമെൻറ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എവ്രിബഡി, എല്ലാവരും ഒരേ ഒരു മോഡിലായതുകൊണ്ട് യു ഫീൽ ദാറ്റ്. ആൻഡ് ഐ ഫീൽ ലൈഫിൽ നമ്മൾ മറ്റൊരാളുടെ ദുഃഖം കുറയ്ക്കാൻ പറ്റിയാൽ, മറ്റൊരാളുടെ സങ്കടം കുറയ്ക്കാൻ പറ്റിയാൽ, മറ്റൊരാൾക്ക് സമാധാനം നമുക്ക് നൽകാൻ പറ്റിയാൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. നോ, ദാറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. സോ അങ്ങനെ നോക്കുമ്പം ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ തിങ്ക് ഇതുകൊണ്ടായിരിക്കാം ഈഷ ഫൗണ്ടേഷൻ ഇത്രയും വളർന്നതും. ഒന്നുമില്ലാതെ വളരില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ റിയലി വാണ്ടഡ് ടു ഡു ദിസ് വീഡിയോ ബിക്കോസ് എൻ്റെ അടുത്ത് സം ഓഫ് മൈ ഫ്രണ്ട്സ് ടോൾഡ് മീ, രഞ്ജിനി, ഡു യു നോ ഹീസ് എ മർഡറർ, ഡു യു നോ ഹീസ് എന്താ പറയുക, എലിഫൻറ്റ് കില്ലർ ആൻഡ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഐ ഡോണ്ട് നോ വാട്ട് ദ റിയാലിറ്റി ഈസ്, റൈറ്റ്? സോ ഐ മീൻ പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ കട്ട് ദി എയർപോർട്ടിൽ ഞാൻ ക്യൂ കട്ട് ചെയ്തു ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാരുടെ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. പീപ്പിൾ തിങ്ക് ദാറ്റ് ആ MMS വീഡിയോ ഇസ് മൈൻ. ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ സത്യം എനിക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഐ എം ലൈക്ക് the place is fantastic in what they are offering and it's helping a lot of people, and I think that the rest of it, of course, I'm not going to comment on it because I honestly don't know. And ഞാൻ പൊതുവേ അങ്ങനെ ഞാൻ പിശിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. I take care of money. എനിക്ക് വരെ കുറച്ച് കാശ് ഡൊണേറ്റ് ചെയ്യാൻ തോന്നി അവിടെ പോയപ്പോൾ. ആൻഡ് ഐ ഡിഡ്. You know what I'm saying? It's really funny. നമ്മൾ സൈലൻസിലാണ്, കുറേ ക്വയറ്റ് ആയിട്ടിരിക്കണം, ഫോണിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ല. It really is interesting, you guys. So if you feel like you need some peace of mind and കുറച്ച് ഹെൽപ്പ് വേണം, Isha is a good place for you to get external help. I had a lot of videos that they sent me, so ഇതിനിടയിൽ hopefully I've been able to show you bits and pieces. ആദിയോഗി I think നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ ഒരു ഇമേജ് ആണ്. ഇറ്റ്സ് സ്പെക്ടാക്കുലർ. സോ അവിടെ കൊണ്ടുപോയപ്പോൾ അവരുടെ ലേസർ ഷോ ഒക്കെ ഞങ്ങൾ കണ്ടു. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. വി ഹാഡ് എ ലോട്ട് ഓഫ് വിഷ്വൽസ് ദെയർ ആൻഡ് ദെൻ എ ലോട്ട് ഓഫ് പീപ്പിൾ വർ ദെയർ ടു. കുറേ മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹായ് ഹലോ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വി ഡിഡ് ഗോശാല. സോ അവിടെ ഗോശാലയിൽ സംതിങ് എൽസ് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഗോശാലനെ കുറിച്ച് പറയുമ്പം ഇതിനകത്ത് ദേ ഹാവ് ബുള്ളക്ക് കാർട്സ്.
ഓക്കെ. ആൻഡ് എനിക്ക് ഈ മൃഗങ്ങളുടെ മുകളിൽ റൈഡ് ചെയ്യുന്നത് ഐ വാസ് ലൈക്ക് ഇത്രയും കമ്പാഷനെ കുറിച്ചും സാത്വിക് ഫുഡ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ബുള്ളക്കാച്ചോ എന്ന് ചോദിച്ചപ്പം അവർ ഇങ്ങോട്ട് എക്സ്പ്ലനേഷൻ തന്നു. ആ എക്സ്പ്ലനേഷൻ തന്നതെന്ന് വെച്ചാൽ അവർ ആക്ച്വലി ഇവർക്ക് എക്സസൈസ് വേണം. ആൻഡ് ഇവർ സ്കെഡ്യൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ജോലിക്ക് വരുന്നു, ജോലിക്ക് നിന്ന് തിരിച്ചു പോകുന്നു എന്ന രീതിയിലാണ്. സോ എവറി സോ മെനി അവേഴ്സ് അവർക്ക് ഇത്രയും ബുൾസ് ഉണ്ട്. 4 ബുൾസ് ഫോർ എത്രയോ മണിക്കൂർ. എന്നിട്ട് 2 പേര് വെച്ചിട്ട് ബുള്ളക്കാട്ട് റൈഡ് ചെയ്യും. ആൻഡ് അവർ റൈഡ് ചെയ്യുന്നത് മറ്റേ സ്മൂത്ത് ട്രാൻസിഷനുള്ള ടയേഴ്സുള്ള, ഐ തിങ്ക് സ്മൂത്ത് ടയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് പോകുന്ന ഗിയർ പോലുള്ള സാധനങ്ങളും അങ്ങനത്തെ സാധനമൊക്കെ ഉള്ള ഒരു ഇതിലാണ്. സോ അവരൊന്ന് മൂവ് ചെയ്താൽ ഇറ്റ് കീപ്സ് മൂവിങ്, കുറച്ചുകൂടി ഈസിയർ ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഗോശാലയിൽ പോയപ്പോൾ അവിടെ ഇവർ തിരിച്ചു വരുന്നതും വേറെ ആൾക്കാർ പോകുന്നതും ഒക്കെ ഞാൻ കണ്ടു. സോ ഇറ്റ് വാസ് ബിലീവബിൾ. ഇറ്റ് വാസ് നോട്ട് ആ ഒരു ക്രൂവൽറ്റി ഫാക്ടർ ഐ തിങ്ക് ഏറ്റവും മിനിമലായിട്ട് ആണ് അവിടെ ഉള്ളതെന്ന് ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ആദ്യം ഞാനത് ചോദ്യം ചെയ്തതാണ്, ഞാനത് ആർഗ്യൂ ചെയ്തു അവിടെ. എന്നിട്ട് അവർ തിരിച്ച് ഇങ്ങനെ എക്സ്പ്ലനേഷൻ തന്നപ്പോൾ ഐ വാസ് സാറ്റിസ്ഫൈഡ്. ബട്ട് ദേ വർ വെരി ക്യൂട്ട്. യാ, ലോട്ട്സ് ഓഫ് ലിറ്റിൽ പശുക്കുട്ടീസ് ആൻഡ് വൺ ബിഗ് ഫെലോ കോൾഡ്, എന്താ പറയുക അവൻ്റെ പേര്, ഭോല. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിലൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ഒരു ബ്രീതിങ് ടെക്നീക്ക് പഠിപ്പിച്ചു തന്നു. ബ്രീതിങ് ടെക്നീക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. സോ യു ഡു ദിസ്, റൈറ്റ്? ഇങ്ങനെ കൈപിടിക്കും. ഐ തിങ്ക് എല്ലായിടത്തും സദ്ഗുരു തന്നെ പറഞ്ഞു തരുന്ന സാധനമാണ്. ആൻഡ് ദെൻ യു ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. സോ ഒരു സൈഡിൽ ഐ തിങ്ക് ലെഫ്റ്റ് സൈഡ് തുറക്കുന്നിട്ട് അപ്പ്, ഇൻ ആൻഡ് ഔട്ട്, അടയ്ക്കുക, റൈറ്റ് സൈഡ് തുറക്കുക, ഇൻ ആൻഡ് ഔട്ട്. അതൊരു 4 minutes ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഒരു 7-minute മെഡിറ്റേഷൻ ഉണ്ട്. ഇതിനുള്ള ആപ്സും അങ്ങനെ കുറേ സംഭവങ്ങൾ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ആപ്സ് തുണി, ഓൾ ഓഫ് ദാറ്റ് ഇസ് ദർ. ബട്ട് ഓവറോൾ ഫോർ മീ മൈ ഈഷ ഫൗണ്ടേഷൻ എക്സ്പീരിയൻസ് വാസ് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് സംതിങ് ഐ വിൽ കൺസിഡർ ആൻഡ് it touched my heart. It touched my heart. So well done, Sadhguru. I think you created a movement and ബാക്കിയെല്ലാം we'll wait and see what happens. Alright, that's all for today. എത്ര മിനിറ്റ് എടുത്തു? കുറേ സമയം എടുത്തു അല്ലേ? ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്, നിൽക്കുന്നില്ല 10 മിനിറ്റിലൊന്നും. Alright, I'll see you with the next one. Lots of love. Take care. ഇനി നിങ്ങൾക്ക് സദ്ഗുരു ഈശ ഫൗണ്ടേഷനിൽ നിന്നും any experiences ഉണ്ടെങ്കിൽ please feel free to tell me in the comments. I'm willing to hear both sides, no problem at all. But like I said, my experience was fantastic, and I hope that you guys will check it out as well, or not. I mean, I don't care, it's up to you. But most importantly, preserve your energy, stay positive, and be blessed. Take care.